വീട്ടിലേക്ക് അടിക്കടി പൂച്ചകൾ വരാറുണ്ടോ? എങ്കിൽ ആ വീട്ടിൽ ഈ സ്വഭാവമുള്ള ഒരു സ്ത്രീയുണ്ട്, തീർച്ച. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പരോപകാരികളായിരിക്കും. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കാനും മറ്റുള്ളവരെ വിഷമം തൻ്റേതായി കണ്ട് ചേർത്ത് പിടിക്കാനും മടിയില്ലാത്തവർ. പക്ഷേ ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ ഇവരെ മനസ്സിലാക്കാനും ഇവരെ ചേർത്ത് പിടിക്കാനും ആരും തന്നെ ഉണ്ടായിരിക്കില്ല. വേണ്ടത്ര സ്നേഹം പോലും തിരിച്ചു കിട്ടാത്തവരാണിവർ. ഇവരുടെ കൈകളിലേക്ക് വരുന്ന പൈസ പെട്ടെന്ന് തന്നെ ചിലവായി പോകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായി കഠിന പരിശ്രമം നടത്തും, ഒടുവിൽ നേടിയെടുക്കുകയും ചെയ്യും. അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ പണം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളും വേദനകളും സഹിക്കുന്നവരാണിവർ. തെറ്റിദ്ധാരണയുടെ പേരിൽ വലിയ കുറ്റങ്ങൾ വരെ ഇവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളുള്ള സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അടിക്കടി പൂച്ചകൾ വന്നു ചേരും. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് കരുതൽ കാണിക്കാനും കരുണ കാണിക്കാനും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്തവരാണിവർ. അതുകൊണ്ട് തന്നെ മിണ്ടാപ്രാണികളായ പൂച്ചകൾക്കല്ല, എല്ലാ പെറ്റ്സിനും ഇവരെ ഇഷ്ടമായിരിക്കും. പൂച്ചകൾ പെട്ടെന്ന് തന്നെ ഇവരോട് ഇണങ്ങുകയും അടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് സ്നേഹം കരുണയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ജീവജാലങ്ങൾക്കാണല്ലോ പെട്ടെന്ന് അതിൻ്റെ ഫീൽ കിട്ടുക. അതെ, അത് പെട്ടെന്ന് ഇവരിലോട്ട് അടുക്കുകയും കുഞ്ഞുങ്ങളൊക്കെ ഇവരോട് പെട്ടെന്ന് സന്തോഷത്തോടു കൂടി അടുത്തുകൂടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാരണം എന്തെന്നറിയോ? ഇവരിലുള്ള ഈ ഒരു സഹിഷ്ണുതയായിട്ടുള്ള ഒരു മൈൻഡ് തന്നെയാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇവർ മറ്റുള്ളവരെ സ്നേഹം എന്നൊരു ആംഗിളിലാണ് കാണുന്നത്. അതെ, സ്നേഹം കൊടുക്കുന്നിടത്ത് അവിടെ നിന്ന് ആരെങ്കിലും ഓടിപ്പോവോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സ്നേഹം എന്നൊരു ആംഗിളാണ് ഇവർ കാണിക്കുന്നതും. ഇവർ എത്ര കഠിനമായ പരിശ്രമങ്ങളിൽ കൂടെ വിജയങ്ങളിൽ എത്തിയാലും ഇവർ അതിലൊന്നും തന്നെ ടെൻഷൻ അടിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇവരെന്തിൻ്റെങ്കിലും പേരിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും. അത് ഇമോഷണൽ വാല്യൂസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നവരാണ്, വില കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണലായിട്ട് ഇവർ ചില സമയങ്ങളിലൊക്കെ ഡിപ്രഷനിലോട്ടും പോകാറുണ്ട്, അതായത് വേദനിക്കാറുണ്ടെന്ന് സാരം. അപ്പോൾ ഇത്തരത്തിലൊക്കെ പറഞ്ഞ ആരെങ്കിലും നിങ്ങൾക്കറിയോ? അങ്ങനെ അറിയുന്നൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയേക്ക്. അത്രയേ ഉള്ളൂ. തെറ്റിദ്ധാരണകളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കും ഇവർ പലപ്പോഴും. കാരണം ഇവരെപ്പോഴും നന്മകളാണ് ചെയ്യുന്നതെങ്കിൽ പോലും അപ്പുറത്ത് പക്ഷത്ത് നിന്ന് ചില സമയങ്ങളിലും അതിൻ്റെ ഒന്നും റിഫ്ലക്ഷൻ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും വേറൊരു കാര്യമാണ്. എന്ത് തന്നെയായാലും ഉണ്ടാപ്രാണികളായ പൂച്ചകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരിവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഒരു സാന്ത്വനമായിട്ട്, ഒരു സമാധാനമായിട്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ലോകത്ത് സന്തോഷമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എപ്പോഴും കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നത് ചിലപ്പോൾ മിണ്ടാപ്രാണികൾക്ക് കൂടെ ആണെങ്കിൽ പോലും അവരതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ്. അതെ, എല്ലാ കാര്യത്തിലും നിന്നും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ഇനിയിപ്പം ആരുമില്ലെങ്കിൽ പോലും അതൊരു മിണ്ടാപ്രാണിയെങ്കിലും മിനിമം നമ്മളൊന്ന് കാത്തു സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ്.